നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആയുഷ് വയോജന സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് കുറ്റ്യാടി മുള്ളൻകുന്ന് പകൽവീട്ടിൽ സംഘടിപ്പിച്ചു. മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നാഷണൽ ആയുഷ് മിഷനും ഹോമിയോപ്പതി വകുപ്പും മരുതോങ്കര ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോപ്പതിയും സംയുക്തമായി വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുള്ളൻകുന്ന് പകൽവീട്ടിൽ വെച്ച് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് വയോജനങ്ങൾക്ക് വേണ്ടിയാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വയോജനങ്ങളോടൊപ്പം തന്നെ ഈ ക്യാമ്പിലേക്ക് പങ്കെടുക്കുന്ന ആരെയും പരിശോധിക്കണമെന്ന റിക്വസ്റ്റ് നമ്മൾ നേരത്തെ ഡോക്ടറോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ വയോജന മേഖലയിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാ വകുപ്പും ചേർന്നുകൊണ്ട് അലോപ്പതിയും ഹോമിയോ ആയുർവേദം ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടത്താറുള്ളത്. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ പഞ്ചായത്തിൽ ഈ 3 വകുപ്പും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ജഗദീശൻ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ തോമസ് കാഞ്ഞിരത്തിങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡെന്നി തോമസ് മുഖ്യാതിഥിയായി. മരുതോങ്കര ഹോമിയോപ്പതി APHC നീനുമോൾ ചടങ്ങിന് നന്ദി പറഞ്ഞു. തുടർന്ന് ആയുഷ് ഗ്രാമം യോഗ ട്രെയിനർ ഡോക്ടർ അപർണ വയോജനങ്ങൾക്കായി വാർദ്ധക്യകാല യോഗ പരിശീലനം നൽകി. കാലിന്റെ വിരൽ നന്നായിട്ട് മടക്കുക, രണ്ട് കാലും മുന്നോട്ട് നോക്കിയിട്ട് നന്നായിട്ട് മടക്കുക ചെയ്യുക. 1 2 3 4 5 മുന്നിലേക്കും ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. കൈകൾ അയച്ചിടാം. കണ്ണടച്ച് പിടിക്കണേ. പതുക്കെ കണ്ണുകൾ അടച്ചു. ഇനി പതുക്കെ നിങ്ങൾ പുറമേക്കുള്ള ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. ചെറിയ ഫോമാണ്. അതിന് പറയാം മൈൻഡ്ഫുൾനെസ് എന്നാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. നിൽക്കുന്ന സ്ഥലം ശ്രദ്ധിക്കുക. ഇപ്പോൾ കിച്ചണിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയി തോട്ട് വരുന്നത്, ഭയങ്കര ചിന്തകൾ വരുന്നത്. 60 തൊട്ട് 80 വരെ യുവത്വമാണ് ഉള്ള ഒരു മനസ്സ് അംഗീകരിച്ച് വെച്ചൊക്കെയാണ്. എന്ന് പറഞ്ഞാലും കാലിനൊക്കെ വേദന ഒത്തിരി കുറവുണ്ട്. കാലിന് മുട്ടിനൊക്കെ വേദന ഉണ്ടായിരുന്നു. അതൊക്കെ കുറവുണ്ട്. നമ്മൾ യോഗ ചെയ്യുമ്പോൾ എന്താ അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നീട് മദ്യപാനം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഉള്ളത് അത് ഡെയിലി കിട്ടിയാൽ കൊള്ളാം എന്നുള്ള തോന്നൽ വന്നു. അത് കിട്ടാതിരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു ആസക്തി എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു കോതോട് ഒരു ഹോമിയോ ഡോക്ടറുണ്ട്. എൻ്റെ നിർബന്ധം കൊണ്ട് ജഗദീഷ് എന്ന് പറഞ്ഞ ഡോക്ടറെ അടുത്ത് പോയി. അദ്ദേഹം എനിക്ക് അന്നേരം വിശ്വാസമില്ലായിരുന്നു. 1 മാസം ഗുളിക കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹോമിയോ ഗുളികയല്ലേ കഴിക്കുന്നതിന് നമുക്ക് എന്താ കുഴപ്പം, പണ്ട് ചെറിയ പിള്ളേർ കഴിച്ച മുട്ടായി പോലത്തെ ഒരു സാധനമാണ്. എന്നാലും അത് ഭാര്യ കൃത്യമായിട്ട് എടുത്ത് തന്നതുകൊണ്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഈ പുകവലിയിൽ ഒരു വേക്ക് സിസ്റ്റർ കുറഞ്ഞു. അപ്പം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. വളരെ ചെറിയ ആളുകൾക്ക്, പ്രായം കുറഞ്ഞ ആളുകൾക്കാണ് ഹോമിയോപ്പതി ചികിത്സ, കുട്ടികൾക്കാണ് ഫലപ്രദമായിരിക്കുക എന്ന ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല. അപ്പം ജനിച്ചു വീണ കുഞ്ഞു മുതൽ 100 വയസ്സിന് മുകളിലുള്ള വളരെ പ്രായം കൂടിയ ആളുകൾക്ക് വരെ വളരെ ഫലപ്രദമായി പാർശ്വഫലങ്ങളില്ലാതെ രീതിയിൽ നമ്മൾ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. മരുതോങ്കര ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ വാർദ്ധക്യവും ഹോമിയോപ്പതി ചികിത്സയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പങ്കെടുത്ത എല്ലാ വയോജനങ്ങളുടെയും സൗജന്യ രക്തപരിശോധന ഉൾപ്പെടെയുള്ള സ്ക്രീനിംഗ് മരുതോങ്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ JHI അനിൽ OP, MLSP, ട്വിൻസി, ആശാപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തി. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ കെ ജഗദീശൻ, ഡോക്ടർ ബബിനേഷ് P, ഡോക്ടർ നിഖല എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. നീനുമോൾ, ദൃശ്യ, ജിജി എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് മരുന്ന് വിതരണം നടത്തി. കുമാരൻ കോതോട്, VK തങ്കച്ചൻ, മരുതോങ്കര മുതലായവർ ഹോമിയോപ്പതിയിലുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. ക്യാമ്പിൽ 60ഓളം രോഗികളെ പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.